നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കണ്ടോ, ഇതെന്തുവാന്നറിയാവോ? പണ്ടാരണ്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ അമ്മയോട് ചോദിച്ചെന്നാ പറഞ്ഞേ. ഈ ചേമ്പ് നിൽക്കുന്ന കണ്ടപ്പോ, ഇതെന്താ അമ്മ ഇത് ചേമ്പ് ചെടിയാന്ന്? ആ ചേമ്പ് ചെടി തന്നെ ഇത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ചീമച്ചേമ്പിന്റെ അല്ലെ വെട്ടിച്ചേമ്പിന്റെ തണ്ട. അപ്പൊ നമ്മള് പറിച്ചെടുത്തപ്പോ അതിന്റെ തടയുടെ അവിടം കൂട്ടി ചുവട് ഇത്തിരി കയറ്റി മുറിച്ചേക്കുക. എന്നാന്ന് ചോദിച്ചാൽ അതും കൂടെ കൂട്ടി തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാ. ഇതിന്റെ കുറെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയും. ഇതിന്റെ നല്ല ഭാഗം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഇതൊക്കെ നല്ലതാ. ഇത്രയും ഉള്ളത് കൊണ്ട് നമ്മൾ ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെക്കും. ഇത് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. അപ്പൊ ഇത് നമുക്കൊന്ന് റെഡിയാക്കാവേ. ഇത് കറയാ കേട്ടോ. നല്ല ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് ഇതെടുക്കരുത്. പിന്നെ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇപ്പോഴാ ഈ ചേമ്പിന്റെ ഈ കൂമ്പൊക്കെ തോരൻ വെക്കാൻ നല്ലത്. എന്ന് വെച്ചാൽ വെള്ളം വറ്റിയൊക്കെ നിൽക്കുന്ന സമയം. ഇത് കണ്ടോ, ഇതിങ്ങനെ വലിച്ചു കളയാം. ഇതിന്റെ അകത്തിലൊക്കെ എന്തെങ്കിലും കയറി ഇരിപ്പുണ്ടോ, പുഴുവോ ഒച്ചോ അങ്ങനത്തെ ഒക്കെ കയറി ഇരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ അടത്തി എടുക്കുന്നത്. ഇതിന്റെ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഇതിങ്ങനെ തന്നെ മതി, കുഴപ്പമില്ല. ഇതിപ്പോ ഇത്രയും വലിപ്പമുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പാടാ. അല്ലെങ്കിൽ ഇതിന്റെ തണ്ട് തന്നെയാണ് ഇങ്ങനെ പാടൊന്നുമില്ല കേട്ടോ. എളുപ്പോ ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഇത് അരിഞ്ഞും കൂടെ എടുക്കാവേ. കഴുകി ക്ലീൻ ആക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ ആവശ്യമുള്ളത്ര ഇപ്പൊ അരിഞ്ഞെടുക്കുന്നുള്ളേ. കണ്ടോ, ഇത് കൂട്ടി തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാ. പൊടി പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞങ്ങളിന്ന് പുറത്ത് വെച്ചാ കുക്ക് ചെയ്യുന്നേ. അതുകൊണ്ട് വെയിലൊക്കെ ഉണ്ട്. ഇതും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിന്റെ 1/4 നമ്മൾ എടുത്തിട്ടുള്ളൂ. അധികം ഉള്ള സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, അത് ഒരെണ്ണം. കൊച്ചുള്ളി വേണ്ടിയവർക്ക് കൊച്ചുള്ളി എടുക്കാം. ഞാനിപ്പോൾ സവാള ഇവിടെ എടുത്തിരിക്കുന്നത്. ഉണങ്ങിയ കാന്താരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചക്കാന്താരി വേണ്ടിയവർക്ക് പച്ചക്കാന്താരി ചേർക്കാം. അല്ലെ പച്ചമുളകോ ഇഷ്ടമുള്ള എന്നാന്ന് വെച്ചാൽ ചേർക്കാം, എരിക്ക് വേണ്ടി. പിന്നെ ഉപ്പ്, നീര്, വെളിച്ചെണ്ണ, അല്പം കടുകും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണങ്ങിയ കാന്താരി ഇതിനകത്തിലോട്ടിട്ടൊന്ന് ചതച്ചെടുക്കട്ടെ. ഇല്ല, പൊരിഞ്ഞിരിക്കും. അത് കാരണം അപ്പം ഇതൊക്കെ ഒന്ന് ചതച്ചാൽ മതി. ഇതെല്ലാം ഒന്ന് പൊട്ടാൻ വേണ്ടി. ഇനി ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് എരി കൂടുതൽ വേണ്ടിയോണ്ടാണ് ഇത്രയും കാന്താരി എടുത്തേക്കുന്നത്. എരി ഇത്രയും വേണ്ടാത്തവര് അതിലും കുറച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് തേങ്ങ, 4-5 സ്പൂൺ കാണും ചിരകിയ തേങ്ങയെ, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള അരിഞ്ഞത്, ഉപ്പ്, നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഉപ്പ് നീരാണ് എടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് ഞെരടിയെടുക്കാം. ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർക്കണമേ. നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ എടുക്കാവേ. ഉണ്ടോ, ഇതൊന്ന് കഴുകിയെടുക്കണം. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മഞ്ഞൾ പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾ പൊടി വേണ്ടിയവർ ചേർത്ത് കൊടുത്തോ. ഞാൻ പക്ഷേ
ഈ തോരന് മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല. ഉണ്ടോ, കറിവേപ്പിലയും ഉള്ളിയും കാന്താരിയും എല്ലാം കൂടി ഇട്ട് ഇളക്കിയപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് വരുന്നുണ്ട്. നല്ലൊരു മണമാണ്. ഞാനിത് മൺചട്ടിയിലായിരുന്നു തോരൻ വയ്ക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഗ്യാസ് കത്തിച്ചിട്ട് തോരനൊന്ന് റെഡിയാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1-1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചേ. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയേ. ഇനി നമുക്ക് തീ അല്പം കുറച്ച് വെച്ചിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. മൺചട്ടിയിൽ തോരൻ വയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അടുപ്പയിലാണെങ്കിൽ ഇത്തിരിയും കൂടെ ടേസ്റ്റാണ്. ഇപ്പം നമുക്ക് നമ്മുടെ സംവിധാനം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ തന്നെ വയ്ക്കുക. ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഈ തോരന് വെള്ളം വേണ്ട, പക്ഷേ നമ്മൾ ആ ചേമ്പിൻ്റെ അല്പം ആ തടയോട് കൂടി എടുത്തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ തണ്ട് മാത്രമല്ലല്ലോ, അതുകൊണ്ട് മൺചട്ടിയിലും കൂടെ ആയതുകൊണ്ട് അത് വേവാനുള്ള വെള്ളവും കൂടെ നമ്മൾ അല്പം ഒന്ന് ആ പാത്രം കഴുകിയല്ല, നമ്മൾ ആ തോരന് അരിഞ്ഞു വെച്ച പാത്രം കഴുകി അതിലൊരു കൈക്കകത്തിൽ കൊള്ളുന്നത്രയും വെള്ളം ഇതിനകത്തിൽ ഒഴിച്ചു. ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് ഇളക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മളിത് ഇട്ടിട്ടേ ഇളക്കിയില്ലായിരുന്നു. ഇപ്പോൾ എണ്ണയും കടുകും എല്ലാം ഇങ്ങനെ ഇതിൻ്റെ അടിയിലാണ്. നല്ലൊരു മണമാണ് കറിവേപ്പിലയുടെയൊക്കെ. വേണ്ടിയവർക്ക് ഇത്തിരി ഇഞ്ചിയും കൂടെ ചേർത്താലും നല്ലതാണ്. ഞാൻ പക്ഷേ ഇപ്പോൾ ഇഞ്ചിയൊന്നും ചേർത്തിട്ടില്ല. ഇഞ്ചിയും കൂടി ഇട്ടാലും നല്ലതാണ്. നമ്മുടെ തോരൻ്റെ നല്ല മണം വരാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ തോരൻ സൂപ്പറാണ് കേട്ടോ. ഇപ്പോഴാ ഇത് തോരൻ വെക്കാൻ നല്ല സമയം. അപ്പോൾ ഇത് കിട്ടുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുക, ഇത് കിട്ടിയാലും കളയരുത്. നല്ലതായിട്ട് തോരൻ വെച്ച് കൂട്ടണം. നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതല്ലേ. വിഷമോ മായമോ ഒന്നും ചേരാത്തതായതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ തോരനൊക്കെ റെഡിയായി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് ഇത് മാറ്റാവേ. നമ്മുടെ തോരൻ അടിപൊളി തോരനാ. ഈ ചുറ്റുപാട് മുഴുവൻ ഇതിൻ്റെ മണമായി കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണേ. വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയും ഉണക്ക കാന്താരിയും മൺചട്ടിയിലും കൂടെ ആയതുകൊണ്ട് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഇപ്പോഴേ തോരൻ റെഡി ആയത് കണ്ടോ. അപ്പം ഇതിൻ്റെ പാത്രത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചൂടായിരുന്നോണ്ട് ഞാൻ നമ്മൾ അരിഞ്ഞ പാത്രത്തിൻ്റെ അകത്ത് തന്നെ ഇതാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. സൂപ്പറാ. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.